സോ ഹായ് ഓൾ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ സെക്കൻഡ് പാർട്ടാണെന്ന് വേണ്ടിക്കാൻ പറയാം. ആദ്യത്തെ ഭാഗത്തിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ വി ആർ ഗോണ ചെക്ക് ബെസ്റ്റ് ആൻഡ് അൺറേറ്റഡ് മലയാളം മൂവീസ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇതിനു മുമ്പ് ഞാൻ ചെയ്ത ഈ ഒരു ബെസ്റ്റ് ആൻഡ് അൺറേറ്റഡ് മലയാളം മൂവീസിന് നിങ്ങൾ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നല്ല സിനിമകൾ മാത്രമേ അതിൽ പറഞ്ഞുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. പിന്നെ അതിൽ കുറച്ച് റെക്കമെൻഡേഷൻ ഒക്കെ ഒരു സുഹൃത്തിട്ട കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കണ്ടു നോക്കണം, സമയം കിട്ടിയില്ല. ആ സിനിമ കൂടി നോക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് അണ്ടർറേറ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ല, അതായത് വേണ്ടത്ര സ്വീകാര്യത പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചധികം സിനിമകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ തീർച്ചയായിട്ടും ഞാൻ പറയും. പിന്നെ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്ന സിനിമകളുണ്ട്. അങ്ങനെ പല സിനിമകളുടെ മിക്സ്ഡ് ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് സ്ക്രീനിൽ തന്നെ നോക്കാം. അപ്പോൾ ആദ്യത്തെ സിനിമ 2022 ജയസൂര്യ നായകനായിട്ട് ഇറങ്ങിയിട്ടുള്ള ജോൺ ലൂത്തർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. പോലീസുകാരനായിട്ടുള്ള ജയസൂര്യ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പോകുന്നതും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ ഇടയിൽ കേസ് തെളിയിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യം ഒരു ആക്സിഡന്റ് നടക്കുന്നു, പിന്നെ അതൊരു മിസ്സിംഗ് കേസ്, അങ്ങനെയൊക്കെ പോകുന്ന ഒരു അടിപൊളി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ജോൺ ലൂത്തർ എന്ന് പറയുന്നത്. കണ്ടാൽ നിരാശ വരാത്തൊരു സിനിമയാണ്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. സോ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ടോവിനോ അഭിനയിച്ചിട്ടുള്ള 2024 പുറത്തിറങ്ങിയിട്ടുള്ള അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നത്. ഇതും പോലീസിന്റെ ഒരു പോലീസ് യൂണിഫോമുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവി തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയിൽ ഒന്നാണ്. നെക്സ്റ്റ് വൺ, അതായത് മൂന്നാമത്തെ സിനിമ റോന്ത് എന്ന് പറയുന്ന രണ്ട് പോലീസുകാരുടെ ജീവിതം പറയുന്ന, ഈയിടെ 2025 റിലീസ് ചെയ്ത് ഇപ്പൊ അടുത്ത് OTT റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് റോന്ത് എന്ന് പറയുന്നത്. സോ ഇത് അത്ര ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടും. എനിക്കിത് കണ്ട സമയത്ത് എനിക്കിതിന്റെ ക്ലൈമാക്സ് ഒന്നും അത്ര അങ്ങ് ദഹിച്ചിട്ടില്ല. കാരണം ഒരു എൻഡ് കിട്ടാത്ത പോലെ എനിക്ക് തോന്നി. സംഭവം എൻഡാണ്, പക്ഷെ എന്നാലും ഒരു വല്ലാത്തൊരു ഫീല് തോന്നിപ്പോകും. സിനിമ ഓക്കെയാണ്, നമ്മൾ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയിട്ട് എവിടെയും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പോലത്തെ ഒരു സിനിമയാണ്. നല്ല സിനിമയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. പക്ഷെ എൻ്റെ പേഴ്സണൽ എൻ്റെ ഒരു വേ ഓഫ് പാത്ത് ഉണ്ട്, അതിനിത് അത്ര നല്ലതായിട്ട് തോന്നില്ല. പക്ഷെ എൻജോയ് ചെയ്യാൻ പറ്റും. ഞാനും സിനിമ കണ്ടപ്പോൾ എൻജോയ് ചെയ്തായിരുന്നു. സോ നെക്സ്റ്റ് മൂവി, അതായത് നമ്മുടെ നാലാമത്തെ സിനിമ എന്ന് പറയുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന 2025 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. സോ ഈ ഒരു സിനിമയിൽ ഒരു കർക്കശക്കാരനായിട്ടുള്ള പോലീസുകാരൻ വരുന്നതും അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എക്സെപ്റ്റർ കഥ എങ്ങനെയാണ് പോകുന്നത്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഓഫ് മൂവി തന്നെയാണ്, പോലീസിന്റെ മൂവി തന്നെയാണ്. നല്ല സിനിമയാണ്, അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റും. 2025 പുറത്തിറങ്ങിയിട്ടുള്ള നൈസ് മൂവി തന്നെയാണ്, കണ്ടിരിക്കാൻ പറ്റും. നൈസാണ്, വലിയ ഒരിതൊന്നുമില്ല, വലിയൊരു ലാഗോ ഡിലേ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല സിനിമ തന്നെയാണ്. പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് സർക്കിട്ട് എന്ന് പറയുന്ന ആസിഫ് അലിയും പിന്നെ ഒരു ചെറുക്കനുമായിട്ട് അഭിനയിച്ച ചെറിയൊരു കുട്ടി അഭിനയിച്ച സിനിമയാണ്. സോ ഇത് ഞാൻ കണ്ട സമയത്ത് ഇപ്പം അടുത്ത് 2025 ഇറങ്ങിയതാണ്. ആ സമയത്ത് ഞാൻ ഈ ചാനലിൽ വീഡിയോ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടതാണ്. ബാക്കി ഓഫീസറിൻ്റെ ഡ്യൂട്ടി എല്ലാം തിയേറ്ററിൽ പോയിട്ട് തന്നെയാണ് കണ്ടത്. ഇത് പക്ഷേ എനിക്ക് ഞാൻ പറയാനുള്ള കാരണം, ഇത് അത്ര വലിയ മാസമായിട്ടൊന്നും നിങ്ങൾ കാണരുത്. എൻ്റെ പൊന്നു മോനെ, ഹാർട്ടിൽ ടച്ച് ചെയ്യുന്ന പടം. ഒരു രണ്ട് അപരിചിതർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായി വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് എനിക്ക് ഫീൽ ആവും. എനിക്ക് ഫീലായി. അത് തീർച്ചയായിട്ടും നിങ്ങളൊരു കാമായിട്ടിരിക്കുന്ന സമയമാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒന്നും കാണാൻ ഒരു മൂഡില്ല എന്നാണെങ്കിൽ ഈ ഒരു പടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഒരു ടച്ചിങ് അല്ലെങ്കിൽ ഒരു അവസ്ഥ, വിദേശ രാജ്യത്തൊക്കെ പോയിട്ട് ഒറ്റപ്പെട്ടു പോകുന്ന കുറേ അധികം കാര്യങ്ങൾ കണക്ട് ആവും. ഞാൻ കഥ പറയല്ല, നല്ല സിനിമ പരിചയപ്പെടുത്താനുള്ള ചെയ്യുന്നത്. അപ്പം നല്ലൊരു മൂവിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എനിക്ക് ഈ ട്രാജഡി സിനിമകളൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ എനിക്ക് ഇത് നന്നായിട്ട് കണക്ട് ആയി, നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ടാവും. രണ്ട് അപരിചിതർ തമ്മിലുള്ള ഒരു കണക്ഷൻ, പെട്ടെന്നുണ്ടാകുന്ന ഒരു കണക്ഷൻ, ബോണ്ട്, ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ അത്ര ഇതാക്കി എടുക്കുന്ന ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള മൈൻഡ് ഓഫ് പീസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉള്ളവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. അടുത്ത പടം, സോ ആറാമത്തെ മൂവി 2025 ഇറങ്ങിയിട്ടുള്ള പടക്കളം. നല്ല മൂവിയാണ്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പൊന്നു മക്കളെ, മിസ് ചെയ്യുന്നത് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് മൂവിയാണ്. ഇവരുടെയൊക്കെ ആക്ടിങ് വേറെ ലെവൽ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് നല്ല 2025 ഇറങ്ങിയതാണ്. പക്ഷെ കുറച്ച് പേര് ഇത് കണ്ടിട്ടില്ല എന്നുള്ളൊരു സത്യം, യാഥാർത്ഥ്യം ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ സത്യം പറയാലോ, സിനിമാ പ്രേമിയാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ കണ്ടിട്ടില്ല, നഷ്ടമാണ്, പക്കാ നഷ്ടമാണ്. കണ്ടിരിക്കേണ്ട സിനിമയാണ്. അടുത്തത് ഏഴാമത്തെ സിനിമ നമ്മുടെ തട്ടുംപുറത്ത് അച്യുത് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആക്ച്വലി ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ ആയിട്ട് ഉപമിപ്പിച്ച് ഈ ഒരു കഥാപാത്രത്തിനെ കാണിക്കുന്നത്, മനുഷ്യരൂപത്തിലാണ് ദൈവം സഹായിക്കുന്നത്. ആ ഒരു വേ ഓഫ് പാത്തിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഗുഡ്. ഞാൻ പണ്ട് കണ്ട സിനിമയാണ്. വലിയ ഇതൊന്നും വിചാരിച്ച് കാണണ്ട. ജസ്റ്റ് ഒരാളുടെ വീട്ടിന്റെ പുറത്ത് ഒരു മനുഷ്യൻ കയറുന്നതും
അതുമായിട്ട് അതിന് ശേഷം നടക്കുന്ന വീട്ടിന്റെ പുറത്ത് കയറി എന്തൊക്കെ നടക്കുന്ന നിങ്ങൾക്ക് അറിയാലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു പോകുന്ന കാര്യങ്ങൾ 2018 ഇറങ്ങിയ സിനിമയാണ്. വലിയ ആവേശം ഇതൊന്നും കൊടുത്ത് കാണരുത് ഞാൻ പറയാം. അന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് നല്ല എൻജോയ്മെന്റ് ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ അതൊന്ന് കണക്ട് ആയി, അതുകൊണ്ടാണ് അണ്ടർ റേറ്റിൽ അതൊന്ന് ഉൾപ്പെടുത്തിയത്. ഇത് മാത്രമേ പഴയ ഒരു സിനിമയായിട്ട് വരുന്നത്, 2018 ഇറങ്ങിയത് വരുന്നുള്ളൂ. ഇനി അടുത്ത 8ാമത്തെ ഒരു സിനിമയായിട്ട് പറയാനുള്ളത് തലവൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. തലവൻ 2 പോലീസുകാരുടെ കഥ തന്നെയാണ് തലവൻ എന്ന് പറയുന്ന സിനിമയും പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ജോണറിലൊക്കെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു സിനിമ തന്നെയാണ്. ആസിഫ് അലിന്റെ ഒരു അടിപൊളി സിനിമ തന്നെയാണ്. ആസിഫ് അലി ആൻഡ് ബിജു മേനോൻ, ഒബിയസ്ലി രണ്ടുപേരും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 9ാമത്തെ പടം ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃഷയുണ്ട് അതിൽ, അതുപോലെ തന്നെ ടോവിനോ ചേട്ടനുണ്ട്. അങ്ങനെ എല്ലാവരും അഭിനയിച്ചിട്ടുള്ള, ടോവിനോ തോമസ് അടക്കം അഭിനയിച്ചിട്ടുള്ള ഒരു ഗംഭീര സിനിമ. ഐഡന്റിറ്റിയുടെ തുടക്കം ഞാൻ പറയാം, വലിയ രസമൊന്നും ഉണ്ടാവില്ല, വലിയ ആവേശമോ കാര്യങ്ങളൊന്നും തോന്നില്ല. പക്ഷെ പോകെ പോകെ അതിൽ എൻഗേജ്മെന്റ് കൂടി വരും. ഇനി അടുത്തൊരു സിനിമ ഫൈനൽ ആൻഡ് ലാസ്റ്റ് 10th മൂവി 2023 സുരേഷ് ഗോപിന്റെ ഭാഗത്ത് നിന്ന്, സുരേഷ് ഗോപിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഗരുഡൻ. ഗംഭീര പടം. ഗരുഡനും പടക്കളവും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പടക്കളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും, ഒരു ട്വിസ്റ്റ്, വലിയൊരു ട്വിസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഗരുഡൻ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള പടമാണ്. നല്ല പടമാണ്. നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്താണ് ബോംബെല്ലാം പൊട്ടുന്നത്, ട്വിസ്റ്റ് വരുന്നത്. അടിപൊളിയായിട്ടുള്ള പടമാണ്. സോ നിങ്ങൾ കണ്ടിട്ടുള്ള പടം ഇതിലുണ്ടാകാം. ഇൻ കേസ് നിങ്ങൾ കണ്ടിട്ടുള്ള പടം ഉണ്ടെന്നാണ്, മൊത്തം നിങ്ങൾ കണ്ട പടമാണെങ്കിൽ ലാസ്റ്റ് ചെയ്ത് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ കാണാത്ത പടങ്ങൾ ഉണ്ടാവും. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട പടമാണ്. ഇതിൽ ഒന്നുപോലും മിസ് ചെയ്യരുത്. പിന്നെ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞല്ലോ, ചിലതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ആ ഒരു ലെവൽ ഓഫ് പാത്തിലും പോകുന്നുണ്ട്. ഗരുഡൻ നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ പടക്കളം നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കുറച്ച് മൂവീസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ കണ്ട സിനിമയും ഇതിലുണ്ട്. എന്തായാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഒപ്പീനിയനും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.